ചൈനയിലോ റഷ്യയിലോ പോലും ഇല്ലാത്ത വിധം നമ്മളൊരു സർവൈലൻസ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറാനുള്ള ശ്രമമാണിത്. ആൻഡ്രോയിഡിനും ഐഫോണിനും രണ്ട് തരം പ്രൈവസി പോളിസിയാണ്. അപ്പോൾ ആൻഡ്രോയിഡിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചില പെർമിഷൻസ് ചോദിക്കും. എന്തൊക്കെ പെർമിഷൻ അത് കേട്ടാൽ ഭയങ്കര രസമാണ്. മേക്ക് ആൻഡ് മാനേജ് ഫോൺ കോൾസ്. അതായത് ഈ ആപ്പ് നമ്മുടെ ഫോണിൽ നിന്ന്, ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിൽ നിന്ന് ഫോൺ കോൾ ചെയ്യും. അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ടു ഡിറ്റക്ട് മൊബൈൽ നമ്പേഴ്സ് ഇൻ യുവർ ഫോൺ. നമ്മുടെ ഈ ഫോണിൽ ഉപയോഗിക്കുന്ന നമ്പർ ഏതാണെന്ന് ഈ ആപ്പിന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഫോൺ ചെയ്യാനുള്ള അവകാശം, പെർമിഷൻ നമ്മൾ ഈ ആപ്പിന് കൊടുക്കണം. സെൻഡ് SMS ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ബൈ സെൻഡിങ് ദ SMS ടു DOT ഓൺ 14422. അതായത് SMS സ്വമേധയാ അയക്കും ഫോൺ. ഈ ആപ്പ് വഴി സ്വമേധയാ അയക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം. കോൾ SMS ലോഗ്സ്, നമ്മുടെ കോൾ ലോഗ് പരിശോധിക്കും. അതിലേക്ക് അവർക്ക് പെർമിഷൻ കൊടുക്കും. ഫോട്ടോസ് ആൻഡ് ഫയൽസ്, അത് പിന്നെ സാധാരണ മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളും ചെയ്യാറുണ്ട്. ക്യാമറ, വൈൽ സ്കാനിങ് ദ ബാർകോഡ് ഓഫ് IMEI ടു ചെക്ക് ഇറ്റ്സ് ജെന്യുവിനെസ്. ഇതാണ് ആൻഡ്രോയിഡ്. ഇനി നമുക്കറിയാം ഐഫോൺ എന്ന് പറഞ്ഞാൽ കുറേ കൂടി സേഫ്റ്റി മെഷേഴ്സ് ഉള്ളൊരു ഫോണാണ് ഐഫോൺ. സ്വന്തമായ സംവിധാനമുണ്ട്. അവർക്ക് തന്നെ ട്രാക്ക് ദ ഫോൺ സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ ഫോൺ നഷ്ടപ്പെട്ടാലും നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാവുന്ന സംവിധാനം ഇതിലുണ്ട്. അവർ ഐഫോണിനോട് ആകെ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്: ഫോട്ടോസ് ആൻഡ് ഫയൽസ്, ക്യാമറ. അതെന്താണ് ഐഫോണിനും ഇതിനും രണ്ട് തരം? അങ്ങനെയാണെങ്കിൽ ഐഫോണിന് ഈ പറയുന്ന ഈ ഫോൺ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഈ ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഇത് വ്യക്തമായും, അതായത് എനിക്ക് തോന്നുന്നു ചൈനയിലോ റഷ്യയിലോ പോലും ഇല്ലാത്ത വിധം നമ്മളൊരു സർവൈലൻസ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറാനുള്ള ശ്രമമാണിത്. സർവൈലൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജ്യത്ത് എത്ര 120 കോടി മൊബൈൽ ഫോണുകളുണ്ട്. അത്രയും ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനുഷ്യരുടെ ഡാറ്റ അവർക്ക് ലഭിക്കുന്നു. മറ്റൊന്ന്, ഇവരെന്ത് ചെയ്യുന്നു എന്ന് സർവൈലൻസ് നടത്താൻ കഴിയുന്നു. ആരെവിടെയാണ്, എന്താണ്, ഇവർ ആ ഫോണിലൂടെ ആരോടാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ SMS ആണ് പോകുന്നത് എന്നുള്ള കാര്യം അവർക്ക് ഒരു സെൻട്രൽ ഡാറ്റാ ബേസിലേക്ക് വിവരങ്ങൾ കിട്ടുകയാണ്.